ഏഹ് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഓരോ മാസങ്ങളിലും ഓരോ ആൾക്കാർ കൊല്ലപ്പെടുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ഇത്. തീർത്തും ആൾക്കാർക്ക് ഒരു മെസ്സേജ് ഉണ്ട്. കാരണം നമ്മൾ ഓരോ സ്ഥാപനങ്ങൾക്കും ഓരോ ആൾക്കാർ വർക്ക് ചെയ്യും. ഇപ്പോൾ ഇതിലെടുത്ത് പറയുന്ന ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ ഏതൊരു സ്ഥാപനം ആയിക്കോട്ടെ, പക്ഷേ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ലൈൻ ആക്കണമെങ്കിൽ സ്വന്തം ലൈൻ എടുക്കുക. അല്ലാണ്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ ചൂഷണത്തിനിരയാക്കിയിട്ട് പിന്നെ അവർ വഴങ്ങിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സംഭവമാണ് ഇതിനകത്ത് പറയുന്നത്. എന്തായാലും ഇതൊരു മെസ്സേജുള്ള സംഭവമാണ്. കാരണം ഇന്നത്തെ സൊസൈറ്റി ഇത് കണ്ടിട്ട് എത്രത്തോളം മാറി ചിന്തിക്കുന്നു, അപകടങ്ങളെ എത്രയും കുറയ്ക്കാമെന്ന് ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആരെയും അങ്ങോട്ട് കയറി ഉപദ്രവിക്കാണ്ട് ഇങ്ങോട്ട് തിരിച്ച് ഉപദ്രവിക്കില്ലല്ലോ. അതാണ് ഡോക്ടർ ബെനറ്റ് പറയുന്നത്. ഇതൊരു മെന്റലിസ്റ്റ് രീതിയിലൊക്കെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അവതരണ രീതിയും ആ ഒരു സംഭാഷണങ്ങളും എല്ലാം കൊണ്ട് തന്നെ. പിന്നെ നമ്മുടെ കലാപം മധുചേട്ടൻ്റെയൊക്കെ പെർഫോമൻസ് എടുത്ത് പറയുന്നതാണ്. കാരണം സിനിമയിലേക്ക് ഒരുപാട് പെർഫോമർ ആയിരുന്നു പുള്ളി. ഈ ഒരു പടത്തിൽ നല്ലൊരു സ്കോറിങ്ങുള്ള കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡോക്ടർ ബെനറ്റ് എന്ന് പറയുന്ന അവതരിച്ച കലാകാരനും പുതുമുഖമാണ്. പിന്നെ ഇതിനകത്ത് അനില ചേച്ചിയുണ്ട്, പിന്നെ കോട്ടയം നസീർക്ക, പിന്നെ കലാഭവനിലെ ഒരുപാട് ചേട്ടന്മാരുണ്ട്. എന്തായാലും ഒരു എന്താ പറയുക, നമുക്ക് കണ്ടിരിക്കാൻ പറ്റും സിനിമ. എന്തായാലും അധികം സ്റ്റാർ കാസ്റ്റ് ഇല്ലെങ്കിൽ പോലും ആ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കഥാപാത്രമാണ് ഈ ഒരു എന്താ പറയുക സിനിമ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്.